നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴോ എല്ലാവർക്കും അറിയാം 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് കോൺഗ്രസ്സാണ് എന്നാണ് അവരിപ്പോഴും അവകാശപ്പെടുന്നത്. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനായിട്ടത് മാറ്റാനൊന്നും പോകുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നീണ്ട 51 വർഷക്കാലം നമ്മുടെ രാജ്യം ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉറപ്പായിട്ടും ഏത് ഭരണകൂടമാണെങ്കിലും ചെയ്യേണ്ട കാര്യമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നീണ്ട 51 വർഷക്കാലവും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏത് സമയത്താണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങുന്ന ബജറ്റ് സമ്മേളനമാണ്. പക്ഷേ ഈ 51 വർഷക്കാലവും ബജറ്റ് അവതരിപ്പിച്ച സമയം എന്നത് വൈകിട്ട് 5 മണി മുതലായിരുന്നു. മനസ്സിലായോ? വൈകിട്ട് 5 മണി മുതൽ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണോ എന്നറിയാൻ ഇന്ന് മാർഗ്ഗങ്ങളുണ്ട്, അത് ഉപയോഗിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ യജമാനന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് പകൽ സമയത്ത് തന്നെ, അതായത് അവരുടെ രാജ്യത്തെ പകൽ സമയത്ത് തന്നെ ഇവിടുത്തെ ബജറ്റ് അവതരണം അറിയാനും കാണാനും കേൾക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കിയത്. അപ്പോൾ ചിലർ വിചാരിക്കും അക്കാലത്ത് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഇല്ല, ലൈവായിട്ട് അറിയാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയ ഇല്ല എന്നൊക്കെ. പക്ഷേ അക്കാലത്തും ടെലഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ വഴിയും അവർക്കറിയാം. പക്ഷേ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കരുത് ഇന്ത്യയിലെ ബജറ്റ് അവതരണം നടക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ്, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വൈകിട്ട് 5 മണി എന്ന ഒരു സമയം ക്രമീകരിച്ചത്. ഇനി വൈകിട്ട് 5 മണി എന്ന സമയം ബ്രിട്ടനിൽ രാവിലെ 11 അല്ലെങ്കിൽ 11:30 അതിനിടയ്ക്കുള്ള സമയമാണ് തുടങ്ങുന്നത്. അതായത് അവരുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ത്യയുടെ ബജറ്റ് അവതരണം അവിടെ വേണ്ടപ്പെട്ടവർക്ക് അറിയാനും മറ്റുമൊക്കെയുള്ള സമയമാണ്. മറിച്ച് ഇവിടെ രാവിലെയാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ അവർ രാത്രിയാണ്, അവർ ഉറങ്ങുന്ന സമയമായിരിക്കും. അത് പറ്റില്ല. ഇനി ഇതിന് മാറ്റം വന്നത് എപ്പോൾ മുതലാണ്? ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചാടിക്കറി പറഞ്ഞേക്കും നരേന്ദ്രമോദി വന്നതിന് ശേഷം. അല്ല, മോദിക്ക് മുമ്പേ മറ്റൊരു BJPയുടെ പ്രധാനമന്ത്രിയാണ് സമയം മാറ്റിയത്, അടൽ ബിഹാരി വാജ്പേയി. 1999 ഫെബ്രുവരി 27 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുതലാണ് ഈ സമയം മാറ്റിയത്. അതായത് ബ്രിട്ടീഷ് രാജ്യത്തെ കൊളോണിയൽ ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെ ഈ ഒരു സംഗതിയിൽ നിന്ന് മാറ്റിയത് അവരാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടരാണ്, അതായത് അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ബജറ്റ് സമയം പോലും ക്രമീകരിച്ച ഈ കൂട്ടരാണ് അത്രയും നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. അതെ, അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി മറ്റൊരു കാര്യം പറയാം. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നു, അവർ കളിച്ചുകൊണ്ടിരുന്ന പന്ത് മരപ്പൊത്തിനകത്ത് പോയി. അപ്പോൾ അതുവഴി നടന്നു വന്ന നെഹ്റു എന്താണ് കാര്യം ചോദിക്കുന്നു. ഞങ്ങളുടെ പന്ത് മരപ്പത്തിൽ പോയി ചാച്ചാജി എന്ന് പറയുന്നു. ചാച്ചാജി എന്ത് ചെയ്യുന്നു? ഈ മരപ്പത്തിൽ വെള്ളം ഒഴിക്കുന്നു, പന്ത് പൊങ്ങി വരുന്നു, ഇതെടുത്ത് കൊടുക്കുന്നു. ഇത് ഒരു പാഠഭാഗമാണ് പഠിക്കാനുള്ളത്. ചരിത്രമാണോ ഇത്? പഠിക്കാനുള്ള ചരിത്രം അല്ല, ഇത് PR ആണ്. PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് നെഹ്റുവിന് വേണ്ടി മറ്റുള്ളവർ പാഠപുസ്തകത്തിൽ ചേർത്തതാണെങ്കിൽ നെഹ്റു സ്വയം അദ്ദേഹത്തിന് വേണ്ടി PR ചെയ്തിട്ടുണ്ട്. അത് ഒരു കുട്ടനാട്ടുകാരൻ, ആലപ്പുഴക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അത് പറയാം. കാരണം ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ് ആ ആഘോഷത്തിൽ. വള്ളംകളി അറിയാമല്ലോ, നെഹ്റു ട്രോഫി വള്ളംകളി. അതിൻ്റെ ചരിത്രം എത്ര പേർക്ക് അറിയാം? അതായത് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നെഹ്റു കേരളത്തിൽ വരുന്നു, ആലപ്പുഴയിൽ വരുന്നു, പുന്നമടയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലെ പ്രധാനമന്ത്രിമാരൊക്കെ വരുമ്പം കലാകായിക സംഗതികളൊക്കെ അരങ്ങേറുമല്ലോ. നമുക്കറിയാം, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കഥകളി, ചെണ്ടമേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വള്ളംകളി നടത്തുകയുണ്ടായി. അപ്പോൾ ആ വള്ളംകളി അദ്ദേഹം കണ്ടു, അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ടു. അന്ന് 1ാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ്. അപ്പോൾ ആ ചുണ്ടൻ വള്ളം അടുത്തെത്തിയപ്പോൾ അദ്ദേഹം സന്തോഷത്തോട് അത് ചാടിക്കയറി കൈ കൊടുത്തു. മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ചുണ്ടൻ വള്ളത്തിന്, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നെഹ്റു ട്രോഫി കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങി അതിൽ ജവഹർലാൽ നെഹ്റു എന്ന് പേരെഴുതി ഒപ്പും ഇട്ട് നേരെ കേരളത്തിലേക്ക് അയച്ചു കൊടുത്തു. പിറ്റേ വർഷം മുതൽ അവിടെ വള്ളംകളി മത്സരം ഔദ്യോഗികമായിട്ട് തന്നെ നടത്തി തുടങ്ങി. അതിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ പേര് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്വയം അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്ന അനേകം പദ്ധതികളുടെ പേര്, അവരുടെ കുടുംബത്തിൻ്റെ പേര് വന്നതും, സ്റ്റേഡിയത്തിൻ്റെ വരെ പേര് വന്നതും, ബോട്ട് ജെട്ടിയുടെ വരെ പേര് വന്നതും ഒക്കെ ഇതിൻ്റെ ഈ PRൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ PR ആണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചരിത്രം വളരെ വിദഗ്ധമായിട്ട് ഇവർ മുക്കിക്കളയുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്തു. ഇനി അടുത്ത തലമുറ വരുമ്പോൾ അഹിംസ കൊണ്ടാണ്, അല്ലെങ്കിൽ ഉപ്പ് കുറുക്കിയിട്ടാണ്, ചർക്ക കറക്കിയിട്ടാണ്, സത്യാഗ്രഹം ഇരുന്നിട്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തലമുറ വിശ്വസിക്കില്ല. അവർ പറയും, എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ തല്ലാനും കൊല്ലാനും വരുന്നവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കഴുത്ത് നീട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുതുക് കാണിച്ചു കൊടുക്കുന്നത് ആണോ സ്വാതന്ത്ര്യ സമരം എന്നവർ ചോദിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ അവർ നോക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അവർക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു സേനയുണ്ടാക്കി. അതേപോലെ തന്നെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരുടെയൊക്കെ പേര്, അവരൊക്കെ എന്താ പറയുക, സ്വന്തം ജീവിതം തന്നെ കളഞ്ഞിട്ട് ഇവർക്കെതിരെ പോരാടിയവരാണ്. സായിപ്പിൻ്റെ ചോര വീഴ്ത്തിയവരാണ്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികളുടെ ചോര വീഴ്ത്തിയവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മറ്റൊരു പേര് കൂടി അവരുടെ കണ്ണിൽപ്പെടും. അത് വീർ സവർക്കർ എന്ന വ്യക്തിയുടെയാണ്. പലപ്പോഴും പലരുടെയും രാഷ്ട്രീയ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിക്കപ്പെടാൻ 1% പോലും അർഹതയില്ലാത്ത വ്യക്തിയാണ് ഈ സവർക്കർ. അദ്ദേഹത്തിന് ഒരു കാരണവശാലും നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ അവഹേളിക്കാനേ പാടില്ല.
ഇപ്പം നമുക്ക് പലതും അറിയാം. അദ്ദേഹം ജയിലിൽ കിടന്നതും ആണ്ടമല്ല സെല്ലുദാർ ജയിലിൽ കിടന്നതും അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു, ഈ യുവമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഷൂ നക്കി, ഈ രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരൊക്കെ പറയാത്തൊരു കാര്യമുണ്ട്. എന്തിനാണ് ആ മനുഷ്യൻ കുറ്റവാളിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നത്? അപ്പോൾ ആ സത്യം നമ്മൾ അറിയണ്ടേ? അത് ഈ തലമുറയെ അടുത്ത തലമുറയെ അറിയും. അതായത് നാസിക്കിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന AMD ജാക്സൺ എന്ന ബ്രിട്ടീഷുകാരനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സായിപ്പിനെ കൊന്ന കുറ്റത്തിന്, ഗൂഢാലോചന കുറ്റം ആരോപിച്ചിട്ടാണ് സവർക്കറെ ജയിലിലിടുന്നത്. അതായത് ഒരു സായിപ്പിൻ്റെ ചോര വീഴ്ത്തിയ ആളാണ് സവർക്കർ. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന തലമുറ നമ്മളെ അടക്കി ഭരിച്ചവൻ്റെ ചോര വീഴ്ത്തിയവനെ ഹീറോയാക്കുമോ, അതോ അവന് മുന്നിൽ വളഞ്ഞു നിന്നിട്ട് ഉപ്പ് കുറുക്കുകയും അതേപോലെ ചർക്ക ഇറക്കുകയും ചെയ്തിട്ട് യാതൊരു രീതിയിലും പ്രതിരോധം തീർക്കാത്ത ഒരാളെ ഹീറോ ആക്കുമോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻചന്ദ് കരംചന്ദ് ഗാന്ധിയും നെഹ്റുവും അതുപോലുള്ള കുറേ ഈ അഹിംസയും അതും കൊണ്ട് നടന്നവരൊക്കെ പിന്നോട്ട് പോവുകയും നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നവർക്കെതിരെ ചെറുത്ത് നിന്ന, അതും കായികമായിട്ട് ചെറുത്ത് നിന്ന സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും സവർക്കറുമൊക്കെ വീരനായി മാറ്റപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ അതാണ് ശരി. അല്ലാതെ പോയിരുന്നുകൊണ്ട് ഉപ്പ് കറക്കി കൊണ്ടോ ചർക്ക കറക്കി കൊണ്ടോ കിട്ടിയതല്ല ഈ സ്വാതന്ത്ര്യം. ആ സത്യം ജനങ്ങൾ മനസ്സിലാക്കും. ഇപ്പം തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, അടുത്ത തലമുറയും മനസ്സിലാക്കും. അപ്പോൾ ഇവർ മൂടി വെച്ചിരുന്ന എല്ലാ ചരിത്രവും പുറത്തേക്ക് വരും, സത്യങ്ങളും പുറത്തേക്ക് വരും. അല്ലാതെ പൊത്തിനകത്ത് പോയ പന്തെടുത്ത് കൊടുത്തതോ നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടാക്കിയതോ ഒന്നും ആയിരിക്കില്ല വരുംകാലത്തെ ചരിത്രം. അവർ യഥാർത്ഥത്തിലുള്ള ചരിത്രം എത്ര കുഴിച്ചു മൂടിയാലും അതൊക്കെ കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും.